ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്, വീഡിയോ മുഴുവനായിട്ടും കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡ് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്നൊക്കെ നോക്കാം. അപ്പം ഞാൻ വേണ്ടിയിട്ട് ഈ ഒരു 2 കളർ ബീഡ്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു വലുപ്പത്തിലുള്ള ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. ഇതിന് മുഴുവനും നമുക്ക് ആവശ്യമില്ല, ഓരോ ലെയർ വീതം മതിയാവും കേട്ടോ. 2 കളർ എടുക്കുന്നതുകൊണ്ട് ഓരോ ലെയർ വീതം നമുക്ക് മതിയാവും. പിന്നെ ഗോൾഡൻ കളർ മെറ്റൽ ബോയും 4mm ഗിയർ വയറും ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കുറച്ച് അധികം ലെങ്തിൽ ഗിയർ വയർ എടുത്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ഞാൻ കുറച്ച് ലെങ്തിൽ അങ്ങ് എടുത്തു കേട്ടോ. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. നിങ്ങൾ 1-2 ചെയ്ത് കഴിയുമ്പോൾ ഒരു ഐഡിയ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ കുറച്ച് അധികം ലെങ്തിൽ ഇങ്ങനെ എടുക്കാം. നമ്മൾ ടിയാരയൊക്കെ ഉണ്ടാക്കാൻ നേരം ആദ്യം ഒരു ഹോളിട്ട് കൊടുക്കുന്ന പോലെ തന്നെ ഹോളിട്ട് കൊടുക്കുക, ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കുക കേട്ടോ. നമുക്കിതിൽ ഹോൾ ആവശ്യമില്ല, നമുക്കതൊന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ നേരെ ആക്കി വെക്കാം കേട്ടോ. ചുറ്റിയതിന് ശേഷം നമുക്ക് ബീഡ്സുകൾ ഓരോന്ന് കോർത്ത് കൊടുക്കാം. അപ്പം ഈ ഒരു ഇതിൽ ഞാൻ 3 ബീഡ്സാണ് കോർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒരു യെല്ലോ, പിന്നെ ഒരു വയലറ്റ് കളറ്, പിന്നെ ഒരു യെല്ലോ, അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരേ യെല്ലോ തന്നെ 3 വേണമെങ്കിൽ ഇടാം കേട്ടോ. അപ്പം ഇതേപോലെ ചേർത്ത് വെച്ച് കഴിയുമ്പോൾ ഒരു പൂമുട്ടൊക്കെ മാതിരി ഒരു ഷേപ്പിൽ വരും. അപ്പം ഇതേപോലെ നല്ല ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കണം. പിന്നെ മൊത്തത്തിൽ ആ ഒരു കമ്പിൻ്റെ ഇടയ്ക്ക് ഒരു വിരലിങ്ങനെ വെച്ചതിന് ശേഷം നന്നായിട്ട് ചുറ്റി കൊടുക്കുക. വീണ്ടും അടുത്ത സൈഡിലോട്ട് നമുക്ക് ഒരു വയലറ്റ് കളറ്, ഒരു യെല്ലോ, വീണ്ടും ഒരു വയലറ്റ് കളർ ബീഡ്സ് അങ്ങനെ കോർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ 3 കൂടെ ചേർത്ത് നല്ല ടൈറ്റായിട്ട് പിടിച്ചിട്ട് ചുറ്റി കൊടുക്കാം കേട്ടോ. അപ്പം ഈ ഒരു രീതിക്കാണ് നമ്മൾ മുഴുവനായിട്ട് ചെയ്ത് പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഹെയർ ബാൻഡൊക്കെ ഉണ്ടാക്കി നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വെക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ചെയ്ത് നോക്കണം. പിന്നെ ഇതേ കളറ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ്, മക്കളുടെ ഡ്രസ്സിൻ്റെ കളറൊക്കെ നമുക്ക് ബീഡ്സ് ഇതേപോലെ മേടിക്കാൻ കിട്ടുമല്ലോ. ബീഡ്സൊക്കെ വാങ്ങിയിട്ട് ഈ ഒരു മോഡലൊക്കെ ഉണ്ടാക്കി നോക്കുക. പിന്നെ ടിയാര വെക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു രീതി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്, ബോയിൽ സെറ്റ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പോൾ ടിയാരയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ വേറെ മോഡൽസും ഒക്കെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലിലൊന്ന് കയറി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 2 സൈഡിലും ഒരേ രീതിക്കാണ് ചെയ്തു പോകുന്നത്. ഞാനിപ്പോൾ ഈ 2 കളർ എടുത്തേക്കണോണ്ടാണ് കേട്ടോ 2 കളറും ഒരു ലെയർ മതിയാവുന്നത്. നമ്മളിപ്പോൾ ഒരു സെയിം കളർ വെച്ചിട്ട് തന്നെയാണ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ബോ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 2 ലെയർ ബീഡ്സുകൾ ആവശ്യം വരും കേട്ടോ. അപ്പം ഒരുപാട് വിലയൊന്നുമില്ല. ഈ ഒരു ബീഡ്സിന് ഒരു ലെയറിന് 10 രൂപയാണ് ഉള്ളത്. ഇപ്പോൾ 2 ലെയറിനും കൂടി 20 രൂപ. മെറ്റൽ ബോയ്ക്ക് ഇവിടെയൊക്കെ 8 രൂപയ്ക്കാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. 10 രൂപയ്ക്കും 8 രൂപയ്ക്കും ഒക്കെ ഓരോ ടൈം ചെല്ലുമ്പോഴും ഓരോ റേറ്റ് ആയിരിക്കും കേട്ടോ. അപ്പം എനിക്ക് കിട്ടുന്ന റേറ്റ് അനുസരിച്ചിട്ടാണ് ഞാൻ വില പറഞ്ഞ് കൊടുക്കുന്നത്. അപ്പം ഇതേപോലെ ഓരോ സൈഡിലും എടുത്ത് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ ചുറ്റുന്നത് നല്ല ടൈറ്റായിട്ട് തന്നെ ചുറ്റി കൊടുക്കണം, എന്നാലാണ് അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഇതിൽ ബോ ആയിട്ടല്ല, കുറച്ചും കൂടെ മുതിർന്ന കുട്ടികൾക്കാണ് ബോ വയ്ക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ടിയാര ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. നമ്മൾ എൻഗേജ്മെൻറ്റിനോ അതേപോലെയുള്ള മാരേജ് ഫംഗ്ഷനൊക്കെ ഇപ്പോൾ കൂടുതലും മുല്ലപ്പൂ വയ്ക്കുന്ന പോലെ തന്നെ ഈ ഒരു ഹെയർ ആക്സസറി എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ടിയാര ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് കുഞ്ഞു മക്കൾക്ക് മുടി കുരുങ്ങോ അങ്ങനെയൊക്കെ ടെൻഷനുള്ള അമ്മമാർക്ക് ഇതേപോലെ ബോയിൽ സെറ്റ് ചെയ്തത് നല്ല ഉപകാരമായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ബിസിനസ്സായിട്ട് ചെയ്യണം അല്ലെങ്കിൽ എന്നൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇതേപോലെ ഒരുപാട് ചിലവൊന്നുമില്ല. അത്ര പോലെ ബീഡ്സൊക്കെ മേടിച്ച് ഈ ഒരു മെറ്റൽ ബോയൊക്കെ വാങ്ങിയിട്ട് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ഒരു കൂടുതലൊന്നും ഉണ്ടാക്കണ്ട. ഒരു തുടക്കക്കാരാണെങ്കിൽ ഒരു 5 അല്ലെങ്കിൽ ഒരു 10 കുറേ മോഡൽസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നോക്കിയിട്ട് ഉണ്ടാക്കിയതിന് ശേഷം അടുത്തുള്ള ഷോപ്പിലൊക്കെ കൊണ്ടുപോയി കൊടുത്ത് നോക്കാം കേട്ടോ. ഈ ഒരു ഓണ സീസണൊക്കെ വരുന്ന ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം സെയിലും കാര്യങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഞങ്ങളിപ്പോഴേ ഉണ്ടാക്കിയിട്ട് ഏകദേശം ഒരു ഓണത്തിനൊക്കെ ഒരു 10-20 ദിവസം മുമ്പേ കിടക്കുമ്പോഴൊക്കെ നമ്മൾ ഷോപ്പിലൊക്കെ കൊണ്ടു കൊടുക്കണം കേട്ടോ. നല്ല ഓണ സെയിലൊക്കെ നടക്കണം ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഷോപ്പിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ നമ്മളിത് മേക്ക് ചെയ്ത് വെക്കണം. അപ്പം ഇതേപോലെ ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു സീസൺ സമയത്താകുമ്പോൾ നമുക്ക് അത്യാവശ്യം സെയിലും കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്ക് അത്യാവശ്യം സെയിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒക്കെ കണ്ടിട്ട് അങ്ങനെ ചോദിച്ചൊക്കെ ഒരുപാട് സെയിലൊക്കെ വീണ്ടും നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു മോഡലിലാണ് നമ്മൾ മുഴുവനായിട്ട് ചെയ്തു പോകുന്നത്. അപ്പം ഈ ഒരു ലെങ്ത് വേണം കേട്ടോ. ഇത് അത്യാവശ്യം ഒരു 10 ഇഞ്ച് അത്രയൊക്കെ ലെങ്ത് വരും. അപ്പം ഈ ഒരു ലെങ്തിൽ നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ ടിയാര ആയിട്ടാണെങ്കിലും ഇത്രയും ലെങ്ത് തന്നെ മതി കേട്ടോ.
ഹെയറൊക്കെ നല്ല രീതിയിൽ ഹെയറൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു ലെങ്ത് നമുക്ക് ആവശ്യമുണ്ട്. ഒരു മിനിമം ഒരു 12 ഇഞ്ചെങ്കിലും ടിയാരയ്ക്ക് നമുക്ക് ലെങ്ത് വേണം കേട്ടോ. അപ്പം എന്നാൽ ഇതേപോലെ ഒരു വിരലിൻ്റെ ഇതിൽ ഞാൻ അകലം ഇട്ടതിന് ശേഷമാണ് നമ്മളിത് വച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ചും കൂടെ ഗിയർ വയർ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് ബോയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒത്തിരി അകലം ഇട്ടിട്ട് വേണം ഇത് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട്. കാരണം നമ്മൾ ചെവിൻ്റെ ആ ഭാഗം വരുന്ന ആ ഭാഗത്തേക്ക് നമുക്ക് ബീഡ്സ് ആവശ്യമില്ല. എന്താ ഇതേപോലെ ഒരു വിരലിൻ്റെ അകലം എടുത്തതിന് ശേഷം ദാ ഇവിടെ ആയിട്ട് ഇത് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വെച്ച് പിടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഗിയർ വയർ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. നന്നായിട്ട് ചുറ്റി നല്ല ടൈറ്റായിട്ട് ഫിക്സ് ചെയ്ത് വയ്ക്കുക. നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുത്താലും നമുക്ക് പിന്നീട് നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം സ്പീഡൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സെയിലൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ കുറച്ചധികം ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതിൻ്റെ കുറേ മോഡൽ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി വെച്ച് നോക്കുക കേട്ടോ. അപ്പം ഇതേപോലെ നല്ല ടൈറ്റായിട്ട് ചുറ്റിയതിന് ശേഷം നമ്മൾ ഈ ഓരോ ബീഡ്സിൻ്റെ ഇടയിൽ കൂടെയും ഇതിങ്ങനെ കടത്തി ഈ ഒരു ബോയിലോട്ട് ചുറ്റി വെച്ച് കൊടുത്താൽ മതി. ഈ ഒരു ഗിയർ വയർ നല്ല ടൈറ്റായിട്ട് വലിച്ച് ചുറ്റണം കേട്ടോ. അല്ലെങ്കിൽ ഇത് ലൂസായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൽ നിന്ന് നീങ്ങിയിരിക്കും. അങ്ങനെയൊന്നും പോവാണ്ട് നല്ല ടൈറ്റായിട്ട് നല്ല ചുറ്റി കൊടുത്താൽ മാത്രം മതി. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിൽ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം എന്താ ഇതേപോലെ നല്ല ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കുക. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ ഇത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ടിയാരയൊക്കെ വെക്കാൻ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ മുടിയിൽ കുരുങ്ങുമെന്നൊക്കെ അമ്മമാർക്ക് എപ്പോഴും ടെൻഷനാണ്. കുട്ടികളുടെ മുടി കുരുങ്ങൂലേ ഈ ഒരു ടിയാര വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബോയായിട്ട് വെക്കുകയാണെങ്കിൽ ആ ഒരു ടെൻഷനില്ല. കുഞ്ഞു മക്കൾക്ക് ഒട്ടും നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതേപോലത്തെയൊക്കെ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവർക്കും ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർക്കും നിങ്ങളുടെ ഫാമിലിയിലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്താ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് പല മോഡലിൽ ബീഡ്സൊക്കെ ടിയാര പോലെ ഉണ്ടാക്കിയതിന് ശേഷം ഇതേപോലെ ബോയിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ബോയ് ഒരു പട്ടുപാവാടയുടെ കൂടെ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഒരു പട്ടുപാവാടയുടെ ബ്ലൗസിൻ്റെയും സ്കർട്ടിൻ്റെയും കളറ് പറഞ്ഞ് മിക്സ് ചെയ്ത് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ഡിയേഴ്സ്.